ഹായ്. അപ്പം നമുക്ക് ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ മോമോസ് തയ്യാറാക്കിയെടുത്താലോ? നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഞാൻ അതിനായിട്ട് 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് മൈദ നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 സ്പൂൺ ഓയിലും അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കുഴച്ചെടുക്കാൻ ഒരു എളുപ്പമുണ്ടാവും. 1 സ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അല്പമായിട്ട് വെള്ളം അതിലേക്ക് ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ചുമ്മാ പച്ചവെള്ളം കേട്ടോ, സാധാ പച്ചവെള്ളമാണ്. ആ പച്ചവെള്ളത്തിൽ നമുക്കത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം. ആദ്യം തന്നെ കൈ അതിനകത്തിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മൊത്തം മാവും പറ്റി പിടിച്ചിരിക്കും. അപ്പോൾ സ്പൂണും കൊണ്ടൊന്ന് ഇളക്കി എല്ലാം മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ നമുക്കത് കൈ കൊണ്ട് നല്ലതുപോലെ കുഴച്ചെടുക്കാം. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. നമ്മൾ ഈ പൊറോട്ടയ്ക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. എനിക്കിത് ഇത്രയും വെള്ളമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ കുഴയുമ്പോൾ കണ്ട നമ്മുടെ ഇങ്ങനെ കൈപ്പത്തി ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കുഴക്കണം. അപ്പോൾ മാവ് നല്ലതുപോലെ സോഫ്റ്റായി കിട്ടും. നമുക്ക് പിന്നെ ഇങ്ങനെ ഈ പൊറോട്ടയ്ക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യില്ലേ, മാവ് ഉള്ളിലേക്ക് മടക്കി വെച്ച് അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ഓയിൽ കയ്യിൽ പുരട്ടിയാൽ മതി കേട്ടോ. ഞാൻ ഓയിൽ പുരട്ടി ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മീതെ കൂടെ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. കുറച്ച് ഓയിൽ ഞാൻ പുരട്ടണേ കേട്ടോ അത്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒരു എയർ ടൈറ്റ് ചെയ്തൊരു പാത്രത്തിലിട്ട് നല്ലതുപോലെ അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു 5 പീസ് ചിക്കനാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് വേവിച്ച് മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ സവോളയും ഇട്ട് കൊടുക്കാം കേട്ടോ. മാക്സിമം പൊടിയായിട്ട് അരിയുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഉള്ളിയൊക്കെ മുളച്ചിങ്ങനെ വരുമ്പോൾ അതിൻ്റെ കൂമ്പ് പൊങ്ങി വരില്ലേ, അതിൻ്റെ അത് കുറച്ചെടുത്ത് അരിഞ്ഞതാട്ടോ അതിട്ട് കൊടുക്കാം. പിന്നെ ഒരു പകുതി പച്ചമുളക്, ഒരു വലിയ പച്ചമുളകാണെങ്കിൽ അതിൻ്റെ പകുതി പച്ചമുളക് മതിയാവും. പകുതി പച്ചമുളകും പിന്നെ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിത് നല്ലതുപോലെ കൈവച്ചൊന്ന് കുഴച്ചെടുക്കണം. നല്ല ബോൾസാക്കി എടുക്കാൻ പാകത്തിന് കുഴച്ചെടുക്കണം. പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുമ്പോൾ മാക്സിമം ഉടച്ച് തന്നെ കുഴച്ചെടുക്കാൻ ശ്രമിക്കുക. ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഓരോ ചെറിയ ചെറിയ ബോളാക്കി മാറ്റി വയ്ക്കാം. ബോളാക്കുമ്പോൾ നല്ലതുപോലെ പ്രസ് ചെയ്ത് ബോളാക്കി എടുക്കണം. കാരണം അത് ഉരുളക്കിഴങ്ങ് പൊടിച്ചത് നമ്മൾ ചേർക്കാത്തത് കൊണ്ട് അത്ര ഇതായിട്ട് നമുക്ക് ബോളാക്കി കിട്ടാൻ പറ്റില്ല. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്ത് ഞാൻ ഇതേ ബോളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മോമോസിനുള്ള ഫില്ലിങ്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിത് കുഴച്ച് വെച്ച മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് റെഡി ആയിരിപ്പുണ്ട്. കണ്ട നല്ലതുപോലെ റെഡി ആയിരിപ്പുണ്ട്. അപ്പം നമുക്ക് ആ മാവിനെ 2 ചെറിയ ബോളാക്കി മാറ്റിയെടുക്കാം. പരത്തിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 2 ചെറുതാക്കി എടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ കൗണ്ടർ ടോപ്പിൽ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിത് പരത്തിയെടുക്കാം. നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കണ പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുവാണെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പൊടി കുറച്ചും കൂടെ അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പരത്തിയെടുത്താൽ മതി. മാക്സിമം നൈസാക്കി എടുക്കുക കേട്ടോ. മാക്സിമം നമ്മൾ നല്ല തിന്നാക്കി പരത്തിയെടുക്കുക. പിന്നെ ആ പൊറോട്ടയ്ക്കൊക്കെ നമ്മളിങ്ങനെ പരത്തി പൊറോട്ട ഉണ്ടാക്കില്ലേ, അത്രയൊക്കെ അങ്ങോട്ട് അരച്ച് പോകേണ്ട പരുവം വരണ്ട. ഇപ്പോൾ ഇതിൽ നമുക്കൊരു 4 മാവിന് ഉള്ള ഇത് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങോട്ട് പരത്തിയെടുക്കുവാണ്. വശങ്ങളൊക്കെ ഇങ്ങോട്ട് നല്ലപോലെ പരത്തിയെടുക്കണം. പിന്നെ നമുക്ക് ഈ ചിക്കൻ മോമോസ് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ സ്റ്റീം ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇപ്പോൾ ഇഫ്താർ കിഴി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ സ്നാക്സ് കാണുന്നില്ലേ, അതും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കണതാണ്. അത് പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഇതിപ്പോൾ ഞാൻ ആവിയിൽ വേവിച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ഇത് നല്ലതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് വെച്ച് ഇത് ഓരോന്ന് ചെറുതാക്കി മുറിച്ചെടുക്കുവാണ്. അപ്പോൾ എനിക്ക് 1 2 3 4 റൗണ്ട് കിട്ടും കേട്ടോ ഇതുകൊണ്ട്. അപ്പോൾ നമുക്കിതിനി എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇരുന്ന മാവിനെയും കൂട്ടി പരത്തിയെടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ
മൂല ഇച്ചിരി നീണ്ടിങ്ങനെ പോട്ടെ, അതുകൊണ്ടാണ് അതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഇത്തിരി മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബോൾസിന് ഇങ്ങനെ ഓരോന്ന് എടുത്ത് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കാൻ ഞൊറിയില്ലേ, അതുപോലെ ഇങ്ങനെ ഓരോ മൂല ചേർത്ത് ഇങ്ങനെ പതിയെ പതിയെ ഞൊറിഞ്ഞിങ്ങനെ എടുക്കണം. നമ്മൾ ഒരു കിഴിയുടെ രൂപത്തിലാക്കി എടുക്കണേ കേട്ടോ ഇത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിഴി മാതിരി ആക്കിയെടുത്ത് ആ ഉള്ളിലേക്ക് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിലൊരു കിഴി പോലെ റെഡിയായി വന്നിട്ടില്ലേ. ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ബാക്കിയുള്ള മാവെല്ലാം ഞാൻ അതുപോലെ കിഴി മാതിരി ആക്കി എടുത്തിട്ടുണ്ട്. അതാ ഒരു ചെറുത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ കട്ട് പീസും കൊണ്ട് പരത്തിയെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് നമുക്കിത് ഓരോന്നായിട്ടും പറക്കി വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ ഇങ്ങനൊരു ഡിഷ്. നമുക്കപ്പോൾ ഇത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. 5 മിനിറ്റിൻ്റെ തന്നെ ആവശ്യമുള്ളൂ, അതിൽ കൂടുതലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം നമുക്ക് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കട്ടെ. അപ്പോൾ അതേ നല്ലതുപോലെ എല്ലാം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൂടുതലൊന്നും ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ല കേട്ടോ, 5 മിനിറ്റ് തന്നെ വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ദേ നോക്കിക്കേ, നല്ല സൂപ്പറായിട്ടുള്ള ചിക്കൻ മോമോസ് റെഡി ആയിരിക്കുന്നുണ്ടോ. നല്ല കിഴി രൂപത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്ത് സഹായിച്ചേക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ല ഒരു ഉഷാർ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.